വിശദമായ വാർത്തകളിലേക്ക്. കലവൂർ സുഭദ്ര കൊലക്കേസ് പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. സ്വർണം വിറ്റ കടയിലാണ് തെളിവെടുപ്പ് നടത്തിയത്. സുഭദ്രയുടെ വളകളാണ് പ്രതികൾ ഇവിടെ വിറ്റത്. സുഭദ്ര വധക്കേസിലെ ഒന്നാം പ്രതി എറണാകുളം മുണ്ടംവേലി വട്ടച്ചിറയിൽ 52 വയസ്സുള്ള ശർമിള, രണ്ടാം പ്രതി ഭർത്താവ് കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസ് ക്ലീറ്റസ് എന്നിവരെയാണ് ആലപ്പുഴയിലെ സ്വർണ്ണക്കടയിൽ തെളിവെടുപ്പിന് എത്തിച്ചത്. കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് പ്രതികളെ ഇവിടെ എത്തിച്ചത്. ശർമിളയെ മാത്രമാണ് സ്വർണ്ണക്കടയിൽ തെളിവെടുപ്പിന് കയറ്റിയത്. സുഭദ്രയുടെ വളയാണ് ശർമിള ഇവിടെ വിറ്റത്. ജ്വല്ലറി ജീവനക്കാർ ശർമിളയെ തിരിച്ചറിഞ്ഞു. വള ഉരുക്കി മറ്റൊരു ആഭരണമാക്കിയെന്ന് ജ്വല്ലറി ഉടമ പോലീസിന് മൊഴി നൽകി. പ്രതികൾ ജ്യൂസ് കുടിച്ച കടയിലും മുക്കുപണ്ടം വാങ്ങിയ കടകളിലും തെളിവെടുപ്പ് നടത്തും. ആലപ്പുഴയിലെ തെളിവെടുപ്പിന് ശേഷം പ്രതികളെ സുഭദ്രയുടെ കൊച്ചി കടവന്ത്രയിലെ വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുപോയി. കൊച്ചി കടവന്ത്ര കർഷക റോഡ് ശിവകൃപയിൽ പരേതനായ ഗോപാലകൃഷ്ണന്റെ ഭാര്യ സുഭദ്രയെ കാട്ടൂർ കോർത്തുശ്ശേരിയിലുള്ള വാടക വീട്ടിൽ വെച്ചാണ് ക്രൂരമായി കൊന്നത്. ഇരുവരും ചേർന്ന് മയക്ക് ഗുളിക നൽകി ബോധരഹിതയാക്കിയ ശേഷം കഴുത്തിൽ ഷാൾ മുറുക്കിയാണ് സുഭദ്രയെ കൊന്നത്. ഓഗസ്റ്റ് 7-നായിരുന്നു കൊലപാതകം. സ്വർണ്ണ ആഭരണങ്ങൾ കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിനുശേഷം മാലിന്യം കുഴിച്ചുമൂടാനെന്ന പേരിൽ മറ്റൊരാളെ കൊണ്ട് കുഴിയടിപ്പിച്ച് മൃതദേഹം മറവ് ചെയ്യുകയായിരുന്നു. KM ആലപ്പുഴ. കോട്ടയം കളക്ടറേറ്റിൽ പുതുതായി നിർമ്മിച്ച ലിഫ്റ്റിന്റെ ഉദ്ഘാടനം നടന്നു. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. അംഗപരിമിതർക്കും മുതിർന്ന പൗരന്മാർക്കും ജില്ലാ കളക്ടറെ കാണുന്നതിനുള്ള സൗകര്യം മുൻനിർത്തിയാണ് പുതിയ ലിഫ്റ്റ് പണിതീർത്തത്. കോട്ടയം സിവിൽ സ്റ്റേഷനിലെ വിവിധ കാര്യാലയങ്ങളിലെ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്കും വിവിധ ആവശ്യങ്ങൾക്ക് സിവിൽ സ്റ്റേഷനിൽ എത്തുന്ന പൊതുജനങ്ങൾക്കും സഞ്ചാര സൗകര്യം ഒരുക്കുന്നതിന് സാമൂഹിക നീതി വകുപ്പിൽ നിന്ന് അനുവദിച്ച തുക ഉപയോഗിച്ചാണ് പൊതുമരാമത്ത് വകുപ്പ് ലിഫ്റ്റ് പണിതീർത്തത്. 63,62,000 രൂപയുടെ ഭരണ അനുമതിയാണ് ലിഫ്റ്റ് നിർമ്മാണത്തിന് ലഭിച്ചത്. സിവിൽ പ്രവൃത്തികൾക്കായി 34,32,000 രൂപയും ഇലക്ട്രിക്കൽ പ്രവൃത്തികൾക്കായി 29,30,000 രൂപയും വകയിരുത്തി. ഒരേ സമയം 13 പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് പുതിയ ലിഫ്റ്റ്. നിലവിൽ 13 പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ലിഫ്റ്റ് സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അഡീഷണൽ ജില്ലാ കോടതിയോട് ചേർന്നാണ് പുതിയ ലിഫ്റ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. കളക്ട്രേറ്റിന്റെ മുൻവശത്തുകൂടി ഉള്ളിലെത്തി നിലവിലെ കാത്തിരിപ്പ് സ്ഥലത്തിന്റെ അരികിലൂടെ പ്രവേശിക്കാവുന്ന തരത്തിലാണ് ലിഫ്റ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കുടുംബശ്രീ ADS വാർഷിക സമ്മേളനം ചേർന്നു. വള്ളാട്ട് മാവേലി നഗറിൽ നടന്ന സമ്മേളനം മുൻമന്ത്രി TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇവിടത്തെ കുടുംബശ്രീക്ക് വായ്പയുണ്ട്. നിങ്ങളാരെങ്കിലേ നമ്മുടെ തന്നെ സഹകരണ ബാങ്ക് പോയിട്ട് 1 ലക്ഷം രൂപ വായ്പനൊന്ന് പറഞ്ഞു വെച്ചിരിക്കാൻ. കുറച്ച് പ്രയാസമുണ്ട്. ബാങ്കിൽ ചെന്നാൽ കിട്ടാൻ പ്രയാസം. അതേ ഇവരില്ലായിരുന്നെങ്കിലോ, കുടുംബശ്രീ ഇല്ലായിരുന്നെങ്കിലുണ്ടല്ല, ഈ 15 കോടി വായ്പ എടുക്കണമെങ്കിലുണ്ടല്ല, നമ്മൾ തല കുത്തിയൊന്നും കിടക്കില്ല. സാധാരണ പാവപ്പെട്ടവർ എന്ന് വായ്പ കഴിക്കാൻ ചെന്ന് കഴിഞ്ഞാല് ഒന്ന് ബാങ്കുകാർക്ക് നമ്മൾ അറിഞ്ഞൂടാ, ഇത് ആരാ വന്നിരിക്കുന്ന ആള്, കൊടുത്താൽ തിരിച്ചു കിട്ടുമോ എന്നൊന്നും ബാങ്കിന് അറിയത്തില്ല. അതുകൊണ്ട് ബാങ്കിന് സംശയമാണ് നമ്മളെ പറ്റിക്കാൻ വന്നിരിക്കുന്ന ആളെന്നുള്ള രീതിയിൽ നോക്കണം കേട്ടോ. നമ്മള് പാവങ്ങള് 1 ലക്ഷം രൂപ ചോദിച്ചു വരുമ്പോൾ ബാങ്ക് നിങ്ങൾ അറിയാത്തത് കൊണ്ട് ശരി വന്നിരിക്കുകയാണ് എന്ന മനസ്സിൽ ചിരിച്ചാലും മനസ്സിൽ കരുതണം. അങ്ങനെയാണ്. എന്നിട്ട് പിന്നെ ഒരു 3 പ്രാവശ്യം നടത്തിക്കും കേട്ടോ. 3-4 പ്രാവശ്യം. 4 ദിവസത്തെ പണി പോയി കിട്ടും. പിന്നെ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാലോ വായ്പയ്ക്ക് ജാമ്യം ഈട് വേണം, കടലാസ് ഉണ്ടാവണം, ഒപ്പിടണം, എന്തൊക്കെ പ്രശ്നങ്ങളാണ്. വിളംബര ജാഥ, പൊതുസമ്മേളനം, വിവിധ കലാപരിപാടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം മുൻനിർത്തി ആരംഭിച്ച ഈ പ്രസ്ഥാനം സ്ത്രീ ശാക്തീകരണത്തിന് ഏറ്റവും മുന്നേറ്റം നൽകുന്ന ഒരു പ്രസ്ഥാനമാണെന്നും തോമസ് ഐസക് പറഞ്ഞു. അടിവാരം ജംഗ്ഷനിൽ നിന്നും സമ്മേളന നഗരിയിലേക്ക് വിളംബര ഘോഷയാത്രയും സംഘടിപ്പിച്ചു. ADS വൈസ് പ്രസിഡന്റ് മിനി സജീവ് അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് അംഗം ദിവ്യ ജ്യോതിഷ് സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, സുധ സുരേഷ്, ബൈ രഞ്ജിത്ത്, സുനിത,
സുനിൽ, റജി, പുഷ്പാങ്കദൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. പൂച്ചാക്കൽ പാലത്തിന് ഇരുവശവും കാട് കയറുന്നത് അപകടങ്ങൾക്ക് വഴിതെളിക്കുന്നു. എതിർദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങളെ കാണുവാൻ സാധിക്കാത്തതാണ് പ്രധാന കാരണം. ഡ്രൈവർമാരുൾപ്പെടെ പലരും പരാതി നൽകിയിട്ടും പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം ശക്തമാണ്. പൂച്ചാക്കൽ പുതിയ പാലത്തിന് ഇരുവശത്തും വളർന്ന് പന്തലിച്ചു കിടക്കുന്ന കുറ്റിക്കാടുകളാണ് ഇത്. ഓരോ ദിവസം കഴിയുന്തോറും ഇത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. തന്മൂലം പാലത്തിൽ അപകട സാധ്യത ഏറുന്നുമുണ്ട്. പാലത്തിന്റെ വളവിലെത്തുമ്പോൾ എതിർദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് പ്രധാന കാരണം. കൂടാതെ ഇഴജന്തുക്കൾ വട്ടം കിടന്ന് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതായും പറയുന്നുണ്ട്. കാട് വെട്ടിത്തെളിക്കണമെന്ന ആവശ്യവുമായി ഓട്ടോ ഡ്രൈവർമാരുൾപ്പെടെ പരാതി നൽകിയിട്ടും പഞ്ചായത്ത് ഇടപെട്ട് നടപടി എടുക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാകുന്നുണ്ട്. നിരാല ഹിന്ദി അക്കാദമി ആറ്റിങ്ങലിന്റെ 32ാമത് വാർഷികം ആഘോഷിച്ചു. ഇതോടൊപ്പം ഡോക്ടർ VP മുഹമ്മദ് കുഞ്ഞ് മേത്തർ സാറിന് ഗുരുപൂജ പുരസ്കാരവും സമർപ്പിച്ചു. മിലാപ് 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച വാർഷികവും ഗുരുപൂജ പുരസ്കാര സമർപ്പണവും KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. നമ്മളാരും ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിന് നമ്മൾ എതിർക്കാറുണ്ട്. പക്ഷേ ഹിന്ദി വിരോധം ആർക്കും ഇല്ല. ഹിന്ദി പഠിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. പക്ഷേ ഹിന്ദി മാത്രമേ പറ്റുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കാനോട്ട് നമ്മൾ പറ്റത്തുള്ളൂ. നമുക്ക് നമ്മുടെ ഭാഷയും മലയാളവും നമുക്ക് ഏറ്റവും വലിയ ഭാഷയാണ്. നമ്മുടെ പെറ്റമ്മയെ പോലെയാണ് നമ്മുടെ ലാംഗ്വേജ്. അതുപോലെ തന്നെ അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് എന്താണ്? ഭാഷ എന്ന് പറയുന്നത് എല്ലാം അറിയുന്നത് നല്ലതാണ്. ഫ്രഞ്ച് ഭാഷ പഠിക്കുന്നുണ്ട്, ജർമ്മൻ ഭാഷ പഠിക്കുന്നുണ്ട്, അറബി പഠിക്കാം, ഉറുദു പഠിക്കാം. ഈ ഭാഷകൾ ഓരോന്നും പഠിക്കുന്നത് നമ്മുടെ വ്യക്തിത്വ വികാസത്തിനും നമുക്ക് ജീവിത സാഹചര്യങ്ങൾ നേരിടുന്നതിനും ഒക്കെ തന്നെ ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യമാണ് എന്ന് സംശയമില്ല. അതുകൊണ്ട് സാറ് മുഹമ്മദ് കുഞ്ഞ് മേത്തർ സാറ് ഈ ഒരു കാലഘട്ടത്തിൽ കണ്ട ഒരു ജീനിയസ്, ഹിന്ദി സാഹിത്യത്തിനുള്ള ഒരു ജീനിയസ് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രഗത്ഭനായ ആളാണ് എന്നുള്ളത് സന്തോഷകരമായിട്ട് ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു സർ. ബിക്കോസ് അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ മണ്ഡലത്തിൽ, എൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിനെ പ്രതിനിധിയായിട്ടിരിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് പറയും. സത്യത്തിൽ എന്താണ് ജനപ്രതിനിധികളുടെ ഏറ്റവും വലിയ, നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ട്, മുണ്ടശ്ശേരി മാഷ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, വൈസ് ചാൻസലർമാരെ മുണ്ടശ്ശേരി മാഷെ കാണാൻ പോയാൽ സാറ് സമ്മതിക്കില്ല. വൈസ് ചാൻസലർ ഈസ് ബിഗ്ഗർ ദാൻ മിനിസ്റ്റർ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ മന്ത്രി വൈസ് ചാൻസലറെ വീട്ടിലോട്ട് പോകുമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം കാണാൻ മെനക്കെട്ടെ. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം അതാണ്, ഗുരുവാദന്മാരുടെ പ്രാധാന്യം അതാണ്. നമ്മൾ പിന്നെ ഞാനിപ്പോൾ എത്ര വലിയ ആളായാലും എന്നെ പഠിപ്പിച്ച മാഷ് മുമ്പ് ഞാൻ കൊച്ചു കുഞ്ഞാണ്, വിദ്യാർത്ഥിയാണ്. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ മാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു വലിയ അധ്യാപകൻ മണ്ണഞ്ചേരിയിൽ ഉണ്ടായിരിക്കുന്നു എന്ന് കാണുന്നതിൽ വളരെ അഭിമാനം തോന്നുന്നതാണ്. ഗർവ് ഹിന്ദിയിൽ അങ്ങനെയല്ലേ പറയാം. തീർച്ചയായിട്ടും നമുക്ക് അക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മണ്ണഞ്ചേരിയിലെ VP മുഹമ്മദ് കുഞ്ഞ് മേത്തറിന്റെ വസതിയിലാണ് ചടങ്ങുകൾ നടന്നത്. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഹിന്ദി അധ്യാപനം, ഗവേഷണം, മാർഗനിർദ്ദേശം എന്നീ മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് മേത്തർ. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമായിരുന്നു. ചടങ്ങിൽ രതീഷ് നിരാല സ്വാഗതം പറഞ്ഞു. മണ്ണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് V അജിത് കുമാർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് S കുമാരി മുഖ്യ പ്രഭാഷണം നടത്തി. ഡോക്ടർ J വീണ, കേരളത്തിന് അകത്തും പുറത്തുനിന്നുമുള്ള ഹിന്ദി പണ്ഡിതർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഓണക്കാലത്ത് നാടൻ പൂക്കളുടെ വസന്തം സമ്മാനിച്ച തിരുവിഴയിലെ കർഷക കൂട്ടായ്മയെ അഭിനന്ദിച്ച് മുൻമന്ത്രി തോമസ് ഐസക്. പൂന്തോട്ടത്തിൽ നേരിട്ടെത്തിയായിരുന്നു തോമസ് ഐസക് അഭിനന്ദനം അറിയിച്ചത്. തിരുവിഴ ഫാം ടൂറിസം കേന്ദ്രത്തിൽ നേരിട്ടെത്തിയാണ് മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക് കർഷകരെ അഭിനന്ദിച്ചത്. തുടർന്ന് പൂക്കളുടെ വർണ്ണവിസ്മയം തീർത്ത കർഷകരുമായി ചർച്ച നടത്തി. പൂക്കർഷകരായ ജ്യോതിഷ്, ശരണ്യ എന്നിവരോട് വിവരങ്ങളെല്ലാം അദ്ദേഹം ചോദിച്ചറിഞ്ഞു. പൂന്തോട്ടം ഒരുക്കിയ കർഷക കൂട്ടായ്മയായ തിരുവിഴേഷ്യൻ ഗ്രൂപ്പിനെ അഭിനന്ദിക്കുകയും ചെയ്തു. 2013 മുതലുള്ള ജ്യോതിസിന്റെ പച്ചക്കറി കൃഷിയോടൊപ്പം ഞാനുണ്ടായിട്ടുണ്ട്. 2013 നൂതനമായ ഒരു കൃഷിയാണ് തുടക്കം കുറിച്ചത്. ആർക്ക് വേണമെങ്കിലും കൃഷിസ്ഥലത്തിൻ്റെ യൂണിറ്റ് വാങ്ങാം. അവിടെ കൃഷി ചെയ്യുന്ന അവർക്ക് കൊടുക്കും. യൂണിറ്റ് ഒന്നിന് 10,000 രൂപ. 25,000 രൂപയുടെ യൂണിറ്റ് മമ്മൂട്ടി വാങ്ങിച്ചു. അങ്ങനെ മമ്മൂട്ടിയുടെ കൃഷിയിടമായിട്ടാണ് അതറിയപ്പെട്ടത്, ആ ഒരു ചെറിയൊരു പ്രദേശം. അതിനെ തുടർന്ന് ഒത്തിരി പേര് പണം മുടക്കി ഓണത്തിന് അവർക്കൊക്കെ പച്ചക്കറികൾ അവരുടെ വീട്ടിൽ ഇവിടെ നിന്ന് എത്തിച്ചു കൊടുത്തു.
ഇന്നിപ്പോൾ അവിടെ നിന്ന് ഉള്ള പ്രയാണം ഇവിടെ തെരുവ് ക്ഷേത്രത്തിൻ്റെ 15 ഏക്കർ ഭൂമി കൃഷി ചെയ്യുന്നിടത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഓണത്തിൻ്റെ പൂവെല്ലാം പറിച്ചു കഴിഞ്ഞിട്ടും ബാക്കി നിൽക്കുന്ന പൂക്കളാണ്. അതൊക്കെ പോവും, വിറ്റ് പോകുമെന്ന് ഉറപ്പുണ്ട്. ഈ ഓണം നന്നായി എന്നാണ് ജ്യോതിസ് പറയുന്നത്. പ്രത്യേകിച്ച് പൂക്കൃഷിക്കാർ പുറത്തുനിന്നുള്ള പൂവിനേക്കാൾ കേരളത്തിലുള്ള പൂവിനെ തന്നെ നാട്ടുകാർ ഇഷ്ടപ്പെട്ടത്, പ്രോത്സാഹിപ്പിച്ചത്. ഈ ഒരു 15 ഏക്കർ സ്ഥലത്ത് നിന്ന് ഒരു 3 വർഷം ഇപ്പോൾ ഇവിടെ കൃഷി ആരംഭിച്ചിട്ട് അതിൻ്റെ വരുമാനം നോക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയാം, ഏറ്റവും ആദായകരമായിട്ടുള്ള ഒരു കൃഷിയായി നമ്മുടെ ഈ ചൊരിമണൽ പ്രദേശത്തെ പച്ചക്കറി മാറിയിരിക്കുന്നു. മാക്കേക്കടവ് നേരേക്കടവ് പാലം നിർമ്മാണം പുരോഗമിക്കുന്നു. ആദ്യ സ്പാനിലെ ഗർഡറുകൾ സ്ഥാപിക്കൽ പൂർത്തീകരിച്ചു. പാലത്തിനാകെയുള്ള 22 സ്പാനുകളിൽ കായലിന് നടുവിലുള്ള 2 നാവിഗേഷൻ സ്പാനുകളിൽ നേരത്തെ ഗഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 20 സ്പാനുകളിൽ മാക്കേക്കടവിൽ നിന്നുള്ള സ്പാനിലെ ഗഡറുകളാണ് കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചത്. കോട്ടയം, ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന നിർമ്മാണ പ്രവർത്തനമാണ് മാക്കേക്കടവ് നേരേക്കടവ് പാലം. ആകെ 88 ഗഡറുകളാണ് പാലത്തിന് ആവശ്യമായത്. നിരവധി തർക്കങ്ങൾക്കൊടുവിലാണ് മാക്കേക്കടവ് നേരേക്കടവ് പാലം നിർമ്മാണം പുനരാരംഭിച്ചത്. ചേർത്തലയിലെ പാട്ടുകാരുടെ കൂട്ടായ്മയായ വോയിസ് ഓഫ് ചേർത്തലയുടെ 5ാമത് വാർഷികം ആഘോഷിച്ചു. മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജീവിതം നമ്മിൽ വന്ന് അങ്കുരിച്ചത് തന്നെ, അപ്പോൾ നമ്മൾ ജീവനിലേക്ക് എത്തിയത് തന്നെ, നമ്മൾ ജീവനുള്ളവരായി തീരുന്നത് തന്നെ അമ്മയുടെ ഉദരത്തിൽ കിടന്നാണെങ്കിൽ ആ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ നമ്മളിലേക്ക് വന്നു കയറിയൊരു താളമാണ്. അമ്മയുടെ ഹൃദയത്തിൻ്റെ താളമാണ്. അമ്മയുടെ ഹൃദയത്തിൻ്റെ താളം ഏറ്റുവാങ്ങിയിട്ടാണ് നമ്മളിരിക്കുന്നത്. അപ്പം ഈ അമ്മ നമ്മളിലേക്ക് സന്നിവേശിപ്പിച്ചത് വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് താളത്തെയും കൊണ്ടു തന്നത് അമ്മ തന്നെയാണ്. അപ്പോൾ സംഗീതത്തിൻ്റെ ഒരു താളം എന്നതിൻ്റെ ഒരു പ്രാധാന്യവും പ്രത്യേകതയും അവിടെയുണ്ട്. ഞാനതെല്ലാം പറഞ്ഞു പോകാൻ ഒരു സംഗീതത്തിന് അത്രമേൽ വലിയൊരു പ്രാധാന്യമുണ്ട്. എല്ലാത്തിനകത്തേക്കും സംഗീതം കടന്നു വരുന്നുണ്ട്. ഏതാണ്ട് കച്ചവടത്തിൻ്റെ വിപണിക്ക് പോലും നമ്മളിതൊരു പരസ്യം നോക്കിയാൽ, ഒരു പരസ്യങ്ങൾ നമ്മൾ കണ്ടു, ആ പരസ്യത്തിനകത്ത് നോക്കൂ, സംഗീതത്തിൻ്റെ കൂടി അകമ്പടിയോടുകൂടി അല്ലാതെ നമ്മളെ മുമ്പിലേക്ക് വരാനായിട്ട് വേറെ ആർക്കും കഴിഞ്ഞില്ല. ഒരു സാധനത്തിൻ്റെ വിൽപ്പനയ്ക്ക് പോലും നിങ്ങൾക്ക് സംഗീതത്തെ വേണമെന്നുള്ള ഇടത്തിലേക്ക് എത്താം. അപ്പോൾ സംഗീതം അത്രമേൽ മനസ്സിനെ വരുന്നു എന്നുള്ളതാണ്. ചേർത്തലയിലെ ഗായകരുടെ കൂട്ടായ്മയാണ് വോയിസ് ഓഫ് ചേർത്തല. ചേർത്തലയിൽ നടന്ന വാർഷിക ആഘോഷ പരിപാടിയിൽ ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ മുഖ്യ പ്രഭാഷണം നടത്തി. അദ്വൈതത്തിനെ പൂർണ്ണൂലങ്ങളിൽ ചാരിമതകൾക്കെതിരെ ശബ്ദമുയർത്തിയ ഗുരുദേവൻ്റെ സമാധി ദിനമാണ്. അപ്പോൾ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ഈ പാട്ടിങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ശരിക്കൊരു സംഗീതത്തെക്കുറിച്ച് ഇപ്പം നമ്മുടെ ഉദ്ഘാടന മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞൂലെ, ഇതിനെക്കുറിച്ച് എന്ത് പറയാനും. 2 തരം, ഞാൻ എൻ്റെ അനുഭവത്തിൽ 2 തരമുണ്ട്. ഒന്ന് നമ്മുടെ ജ്ഞാനമാണ് സംഗീതം, സ്നേഹമാണ് സംഗീതം. ജ്ഞാനം എന്ന് പറയുന്നത് അത് കൃത്യമായി അറിയുന്നവർ. ഉദാഹരണം നമ്മുടെ താൻസൻ എന്ന് പറയുന്ന അക്ബറിൻ്റെ കൊട്ടാരത്തിലെ രാവിലെ ചക്രവർത്തി പള്ളി ഉണർത്തുന്നത് ആ കൊട്ടാരത്തിൻ്റെ നടുവിലെ ഒരു മണ്ഡപത്തിൽ നിന്ന് തമ്പുരു ശ്രുതി മീട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ശ്രുതി ചേർക്കുമ്പോൾ തന്നെ കൊട്ടാരത്തിലെ ചുറ്റുമുള്ള അല്ലെങ്കിൽ ആ പറമ്പിനകത്തുള്ള മുഴുവൻ പുല്ലുകളും എഴുന്നേറ്റ് നിൽക്കുന്ന പറയുന്നത്. വോയിസ് ഓഫ് ചേർത്തല പ്രസിഡന്റ് KP വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KP ശശികുമാർ സ്വാഗതവും ഡോക്ടർ KR സേതുമാധവൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഗാനമേളയും നടന്നു. മാതാ അമൃതാനന്ദമയിയുടെ 71ാമത് ജന്മദിനം ആഘോഷിച്ചു. വൈക്കം TV പുരം അമൃത സ്വാശ്രയ ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി ഘോഷയാത്രയും നടത്തി. TV പുരം കോട്ടച്ചിറയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ആരംഭിച്ച ഘോഷയാത്ര മൂത്തേടത്തുകാവ് ദേവീക്ഷേത്രത്തിൽ സമാപിച്ചു. ക്ഷേത്രത്തിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടന്ന ജന്മദിനാഘോഷ പരിപാടി TV പുരം അമൃത സ്വാശ്രയ ക്ലസ്റ്റർ പ്രസിഡന്റ് സുനിത പ്രതാപൻ ഭദ്രദീപം കൊളുത്തി നാമജപം ചൊല്ലി.
അമൃത സ്വാശ്രയ ക്ലസ്റ്റർ ജില്ലാ കോർഡിനേറ്റർ ലെനിൻ KS ഉദ്ഘാടനം ചെയ്തു. TV പുരം അമൃത സ്വാശ്രയ ക്ലസ്റ്റർ സെക്രട്ടറി സന്ധ്യ വിനോദ് അധ്യക്ഷത വഹിച്ചു. ആഘോഷ പരിപാടിയിൽ വിവിധ സമുദായ രാഷ്ട്രീയ നേതാക്കളായ ഗീത ജോഷി, വിവേക് പ്ലാത്താനത്ത്, N മോഹനൻ, ഇടവട്ടം ജയകുമാർ, VT സത്യജിത്ത്, PR രത്നപ്പൻ, U ബേബി, JN TV പുരം തുടങ്ങിയവരും പങ്കെടുത്തു. വൈക്കത്ത് CPIMന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. വൈക്കം ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 1 മുതൽ ആരംഭിച്ച സമ്മേളനങ്ങൾ 26-ന് സമാപിക്കും. KK തങ്കപ്പൻ നഗറിൽ നടന്ന CPM പൈപ്പിൻപടി ബ്രാഞ്ച് സമ്മേളനം വൈക്കം ഏരിയ കമ്മിറ്റി അംഗം PV പുഷ്കരൻ ഉദ്ഘാടനം ചെയ്തു. കലാപം നടക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം അല്ലെങ്കിൽ CPM ഈ രാജ്യത്ത് ശക്തമായ രംഗത്തേക്ക് ഇറങ്ങിയില്ല. രംഗത്ത് മറാഠ കലാപം നടക്കുമ്പോൾ 1-2 കലാപത്തിൽ 13 പേരോടെ മരിച്ചു. ഇവിടുത്തെ DYFIക്കാരനും ഇവിടുത്തെ CPMകാരും ചെങ്കൊടിയും പിടിച്ചു വെള്ളപ്പതായും പിടിച്ചുകൊണ്ട് ഈ തെരുവോരങ്ങളിലൂടെ നടന്ന് നമ്മളെല്ലാവരും തെരുവോരങ്ങളിലൂടെ നമ്മുടെ എല്ലാം വീടുകളിൽ കുടുംബ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് മുതലക്കള മൈതാനി അഴീക്കോട് മാഷ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ഒരു തൊള്ളി ചോര കുടിയില്ല എന്ന് പറഞ്ഞു കേരളത്തിൽ. സഖാവ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കും. പാർട്ടി സെക്രട്ടറിയെ അവിടെ ചെല്ലുമ്പോൾ തടഞ്ഞു. നമ്മളവിടെ ഒന്നും പ്രതികരിക്കാൻ പോകില്ല. പക്ഷേ പിന്നീട് കേരളത്തിൽ ഒരു തുള്ളി ചോര കുടിയാൻ സമ്മതിച്ചത്. എന്നാൽ ഇന്ന് മണിപ്പൂരിൽ നടക്കുന്ന കലാപത്തെക്കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് പത്രക്കാർ ചോദിക്കുമ്പോൾ ഇപ്പറേ ഇറങ്ങി അമേരിക്കയിലേക്ക് പോവുകയാണ് അദ്ദേഹം. മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതിരിക്കാറുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവിടെ പത്രക്കാർ ചോദിക്കുമ്പോൾ അവിടെ നിന്നും പുള്ളി മാറി നടക്കുന്നു. അപ്പോൾ താങ്കൾ ഭരിക്കുന്ന രാജ്യത്ത് ഇത്ര കലാപങ്ങൾ നടക്കുകയും നൂറുകണക്കിന് ആൾക്കാർ മരണപ്പെടുകയും ചെയ്യുമ്പോൾ അതിന് ഏത് ഭരണാധികാരികൾക്കാണ് ഉത്തരവാദിത്തമില്ലാത്തത്? അത്തരത്തിലേക്ക് സംസ്ഥാനങ്ങളിൽ ഇത്തരം ചിത്രീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുന്ന നിലപാടെടുത്തുകൊണ്ട് പോകുന്ന സ്ഥിതിവിശേഷത്തേക്ക് നമ്മുടെ രാജ്യം മാറുന്ന സാഹചര്യമാണ് കാണാൻ കഴിയും. നാഗമ്പുഴമന പെരുംജില്ല റോഡ് വെള്ളക്കെട്ട് പരിഹരിക്കുക, സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ അപകടങ്ങൾക്കിടയാക്കുന്ന വൈപ്പിൻപടിയിൽ ഹോംഗാർഡിനെ നിയമിക്കുക തുടങ്ങിയ വിഷയങ്ങൾ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഏരിയ കമ്മിറ്റി അംഗം രാഗിണി മോഹനൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് AM മനാഫ്, T ഉണ്ണികൃഷ്ണൻ, TG ബാബു, B ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക്കൽ സമ്മേളനം 26 മുതൽ 28 വരെ ചാലപ്പറമ്പിലും വൈക്കം ഏരിയ സമ്മേളനം നവംബർ 1 മുതൽ 4 വരെയുള്ള തീയതികളിൽ വെച്ചൂരിലുമാണ് നടക്കുന്നത്. ലൈറ്റ് ആൻഡ് സൗണ്ട് സർവീസ് അസോസിയേഷൻ തലയോലപ്പറമ്പ് യൂണിറ്റിന്റെ പ്രഥമ സമ്മേളനം ചേർന്നു. ഇതോടൊപ്പം കുടുംബസംഗമവും സംഘടിപ്പിച്ചു. തലയോലപ്പറമ്പ് KR ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനവും കുടുംബസംഗമവും സംസ്ഥാന നാടക അവാർഡ് ജേതാവ് പ്രദീപ് മാളവിക ഉദ്ഘാടനം ചെയ്തു. ശബ്ദവിന്യാസവും ദീപ അലങ്കാരങ്ങളും കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലെ പ്രവർത്തകരുടെ സേവനം ഏറെ മഹത്തരമാണെന്നും ആ മേഖലയിലെ ഉടമകളുടെയും തൊഴിലാളികളുടെയും കൂട്ടായ്മ ജീവിത പുരോഗതിക്ക് അനിവാര്യമാണെന്നും പ്രദീപ് മാളവിക പറഞ്ഞു. LSSA പ്രസിഡന്റ് സുമേഷ് അനുഗ്രഹ് അധ്യക്ഷത വഹിച്ചു. സംഘടനാ രക്ഷാധികാരി റോബർട്ട് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. സംഗീത നാടക അക്കാദമി മുൻ ചെയർമാൻ MK ഷിബു ലോഗോ പ്രകാശനം ചെയ്തു. ചലച്ചിത്ര നടൻ വൈക്കം ദേവ് മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്ക് ഹാസ്യ കലാകാരൻ ചെമ്പിൽ വിനോദും ഉപഹാരങ്ങൾ നൽകി. US സൗണ്ട് എഞ്ചിനീയർമാരെ LSSA ട്രഷറർ ഷൈൻമോനും ഉപഹാരം നൽകി ആദരിച്ചു. LSSA സെക്രട്ടറി TV ബാലാനന്ദൻ, PS ദീപു, വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാകായിക മത്സരങ്ങളും നടന്നു. കലാകാരന്മാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കലാകാരന്മാരുടെ കലാപരിപാടികൾ വിജയിക്കണമെങ്കിൽ ലൈറ്റ് ആൻഡ് സൗണ്ട്സിൻ്റെ സഹായം നാടകരചനയും സംവിധാനവും പോലെ തന്നെ നാടകങ്ങൾക്ക് ആവശ്യമാണ്. അത്രയേറെ നമ്മളുമായിട്ട് പ്രത്യേകിച്ചും വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാനുമായിട്ട് അത്രയധികം ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ബന്ധമുള്ള ഒരു പ്രസ്ഥാനമാണ് ലൈറ്റ് ആൻഡ് സൗണ്ട്സ്. അതിലെ കുടുംബാംഗങ്ങളുടെ സംഗമം, അതിൻ്റെ ഇന്നത്തെ പ്രഥമ ഉദ്ഘാടനവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. കുടുംബാംഗങ്ങളെല്ലാവരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. എത്തിയിട്ടുണ്ടെങ്കിൽ കസേരകൾ നിറഞ്ഞേനെ. എങ്കിലും തലയോലപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം തലയോലപ്പറമ്പിലെ മറ്റേത് കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ബസ്സിനടിയിൽപ്പെട്ട് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. പള്ളൂരുത്തി പഷ്ണിത്തോട് പാലത്തിൽ വെച്ച് സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രികനായ കോളേജ് വിദ്യാർത്ഥി മരിച്ചു. ആലപ്പുഴ സ്വദേശി നീരജ് KS ആണ് മരിച്ചത്. കൊച്ചി അക്വിനാസ് കോളേജിലെ വിദ്യാർത്ഥിയാണ്. കോടന്തുരുത്ത് 6-ാം വാർഡ് കണിയാപ്പറമ്പ് സുധാകരൻ രശ്മി ദമ്പതികളുടെ മകനാണ് നീരജ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.